റഷ്യയുടെ രഹസ്യ അന്വേഷണ ഏജൻസി SVR വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ജർമ്മനി അണുവായുധം ഡെവലപ്പ് ചെയ്യുന്നു. അവിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരെല്ലാം കൃത്യമായി അവരെ കൈവശമുണ്ട്. ഒരു മാസത്തിലുള്ള അണുവായുധം നിർമ്മിക്കുമെന്നുള്ള കാര്യമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അത് സത്യമാണോ? ആണെങ്കിൽ എന്തെല്ലാം ഇമ്പാക്റ്റാണ് ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും റഷ്യയുടെ എക്സ്റ്റേണൽ ഇൻ്റലിജൻസ് ഏജൻസിയായ SVR പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത അത് ഞെട്ടിപ്പിക്കുന്നതും ആശങ്കാജനകവുമാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധം എവിടെയോ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ വാർത്ത നൽകുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളെന്നല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് യൂറോപ്പും റഷ്യയും തമ്മിൽ വലിയ സംഘർഷത്തിലാണ്. യുക്രൈൻ യുദ്ധം അതിൻ്റെ ഫലവുമാണ്. യൂറോപ്പാണ് അല്ലെങ്കിൽ നാറ്റോ ആണ് യുക്രൈനെ ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ആയുധങ്ങളും പണവും നൽകുന്ന അമേരിക്കയാണ്. ഇതിനിടയ്ക്ക് നാറ്റോയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നാറ്റോ അമേരിക്കയുടെ യുദ്ധങ്ങളിലൊന്നും ഇല്ല, പക്ഷെ അതിൻ്റെ ഗുണഫലങ്ങൾ നാറ്റോയ്ക്ക് വേണം താനും. അതായത് ട്രംപിൻ്റെ ആരോപണം ഇറാനുമായിട്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ഒരു തരത്തിലും പങ്കെടുക്കാനോ അമേരിക്കയെ സഹായിക്കാനോ നാറ്റോ രാജ്യങ്ങൾ തയ്യാറല്ല, നാറ്റോ സഖ്യം തയ്യാറല്ല. പക്ഷേ ഈ യുദ്ധം വിജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോർമൂസ് വീണ്ടും തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ഏറ്റവും അധികം ലഭിക്കുന്നത് യൂറോപ്പിനാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഗൾഫിൽ നിന്ന് ഇന്ധനം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള ഇന്ധനം അമേരിക്കയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ആകെ ഉള്ളത് ഒരു പ്രത്യേക ക്വാളിറ്റി ഗ്യാസോലിൻ എന്ന് പറയുന്ന ഡീസലാണ്. ഗ്യാസോലിൻ എന്ന് പറയുന്ന പെട്രോളാണ്. ആ പെട്രോള് വെറും അമേരിക്കയുടെ മൊത്തം ഉപഭോഗത്തിൻ്റെ 4% മാത്രമാണ്. അത് മാത്രമാണ് അമേരിക്കയ്ക്ക് ഗൾഫിൽ നിന്നുള്ളത്. അത് അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ വെനിസ്വേലയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഗുണഭോക്താവ് അമേരിക്കയല്ല. എന്നാൽ യൂറോപ്പിൻ്റെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ട ഭൂരിപക്ഷം ഇന്ധനവും ഗൾഫിൽ നിന്നും റഷ്യയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയെ യുദ്ധത്തിൽ സഹായിക്കേണ്ടത് യൂറോപ്പിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്, അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ ധാർമ്മിക ബാധ്യതയുമാണ്. ഇതാണ് ട്രംപ് പറയുന്നത്. ഇപ്പം ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത് ട്രംപും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനും ഏതാണ്ട് ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി മറുഭാഗത്ത് റഷ്യ ആരോപിക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായ ഉർസുല അവരാണ് ഈ സംഘർഷം വർദ്ധിപ്പിക്കുന്നതെന്നും, അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു അണ്വായുധം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജർമ്മനി എന്നുമാണ്. ഇതൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ സഖ്യകക്ഷികൾ കീഴടക്കുമ്പോൾ ജർമ്മനി അന്ന് ഒപ്പിട്ട കരാറുകളുണ്ട് സഖ്യകക്ഷികളുമായിട്ട്. ആ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ ഒരിക്കലും ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളോ ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള സേനയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർ ഡോക്ട്രിനോ അവരുണ്ടാക്കില്ല എന്നുള്ളതാണ്. അവർക്ക് കേവലം സ്വയം പ്രതിരോധം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരിക്കും. അതുകൊണ്ടാണ് ജർമ്മനി ഒന്നും മിസൈൽ ഉണ്ടാക്കാത്തത്. നമുക്കറിയാം, ജർമ്മനി വേണമെന്ന് വിചാരിച്ചാൽ ജർമ്മനിക്ക് മിസൈലൊക്കെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ജർമ്മനി യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്നിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു. യഥാർത്ഥത്തിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് ജർമ്മനിക്കുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തന്നെ ആ കഴിവ് ജർമ്മനിക്കുണ്ടായിരുന്നു. അതെല്ലാം അവർ നിർത്തിവെച്ചു. ഇത് തന്നെയാണ് ജപ്പാനും. പക്ഷെ ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ വീണ്ടും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള തരത്തിലുള്ള ശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള രഹസ്യ തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ജപ്പാനെ സംബന്ധിച്ച് ജപ്പാൻ പറയുന്ന ഒരു ന്യായീകരണം, ചൈന ഒരു വലിയ ഭീഷണിയാണ് ജപ്പാൻ. അത് ജപ്പാന് മാത്രമല്ല, തെക്കുകിഴക്കൻ ഏഷ്യയിലെ പല രാജ്യങ്ങളും, ഇപ്പോൾ ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ, ഇവരൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നും ആയുധം, ഇപ്പം നമുക്കറിയാം ബ്രഹ്മോസ് മിസൈല് ഫിലിപ്പൈൻസ് വാങ്ങിച്ച കാര്യം നമുക്കറിയാം. ഇത്തരം മാറി വരുന്ന ഒരു ലോകക്രമത്തിൽ അവർ സ്വയം പ്രതിരോധത്തിനായിട്ട് കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുകയാണെന്നാണ് ജപ്പാനും ജർമ്മനിയും ഒക്കെ പറയുന്നത്. പക്ഷേ അണുവായുധങ്ങളുടെ നിർമ്മാണം എന്ന് പറയുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്.
ഇവിടെ റഷ്യ പറയുന്നത് കേവലം ഒരാഴ്ച കൊണ്ട് ഒരു അണ്വായുധം നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം നിർമ്മിക്കാൻ ജർമ്മനിക്ക് കഴിയും. അതായത് യുറേനിയം 235 എന്ന ഐസോട്ടോപ്പ് നിർമ്മിക്കാൻ ജർമ്മനിക്ക് കഴിയും എന്നാണ്. അത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. കാരണം ജർമ്മനിക്ക് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച വലിയൊരു ചരിത്രമുണ്ട്. അത് പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അവർ സമാധാനത്തിലേക്ക് തിരിഞ്ഞത്. അതിനു മുമ്പ് അവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരെന്നും യൂറോപ്പിനെ കീഴടക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. റഷ്യയും ആയിട്ട് നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. റഷ്യയിൽ അവർക്കൊരു ചെറിയ മണ്ടത്തരം ഹിറ്റ്ലർക്ക് പറ്റിയത് കൊണ്ടാണ് അവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ തോക്കുന്നത്. അതായത് റഷ്യയിലെ കൊടും ശൈത്യമാണ്. ആ കൊടും ശൈത്യത്തെ നേരിടാൻ സാധാരണഗതിയിൽ മറ്റ് യൂറോപ്യന്മാർക്ക് പോലും സാധിക്കില്ല. ഈ ജർമ്മനിയൊക്കെ തന്നെ ഒരു -15, -17 താഴേക്ക് പോയി. റഷ്യയുടെ പല ഭാഗങ്ങളിലും -60, -70 എന്നുള്ള രീതിയിലേക്ക് ടെമ്പറേച്ചർ താഴെ പോകും. ഹിറ്റ്ലറുടെ സൈന്യം രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 5 ലക്ഷത്തോളം വരുന്ന ഹിറ്റ്ലറുടെ സൈന്യം റഷ്യയിലേക്ക് അന്നത്തെ സോവിയറ്റ് യൂണിയനിലേക്ക് പ്രവേശിക്കുന്നു. സോവിയറ്റ് സൈന്യം പിന്നോട്ട് പോകും. അവരെ പിന്തുടർന്ന് ഹിറ്റ്ലറുടെ സൈന്യം മുന്നോട്ട് കയറി സൈബീരിയൻ മരുഭൂമി, ഞാനീ പറഞ്ഞ കൊടുന്തണുപ്പുള്ള സൈബീരിയൻ മരുഭൂമിയിലേക്ക് അവരെത്തുമ്പോഴേക്കും, ഇത് ചെറിയ ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, അപ്പോഴേക്കും റഷ്യയിലെ വിന്റർ സീസൺ ആരംഭിച്ചു. അതൊരു ട്രാപ്പായിരുന്നു. അന്ന് സോവിയറ്റ് ഈ സൈബീരിയൻ വിന്റർ എത്തിയപ്പോഴേക്കും ജർമ്മൻ സൈനികരെ സംബന്ധിച്ച് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. ഈ സമയം കൊണ്ട് റഷ്യയുടെ സൈനികർ 4 ഭാഗത്തു നിന്നും അവരെ വളയുകയും അവിടെ വെച്ച് ലക്ഷക്കണക്കിന് ജർമ്മൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതാണ് ഹിറ്റ്ലറെ സംബന്ധിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അയാൾ കാണിച്ച മണ്ടത്തരവും. അവിടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടാനുള്ള സാഹചര്യം എത്തി. അല്ലായിരുന്നെങ്കിൽ ഈ കഥ മാറിയേനെ. കാരണം ജർമ്മനി അപ്പോഴേക്കും ആറ്റം ബോംബ് നിർമ്മിക്കുമായിരുന്നു. ജർമ്മനി ആറ്റം ബോംബ് നിർമ്മിക്കാൻ ജർമ്മനിക്ക് എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നു. അതിനുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. പിന്നീട് ആ ശാസ്ത്രജ്ഞന്മാരാണ് ഒറ്റയടിക്ക് അമേരിക്കയിലേക്ക് കൂറുമാറി. അവരെ മിക്കവരും ജൂതന്മാരായിരുന്നു. അത് ഹിറ്റ്ലർ കാണിച്ച മണ്ടത്തരമാണ്. ജൂതന്മാരെന്ന സമുദായത്തെ പൂർണ്ണമായിട്ട് വെറുപ്പിച്ചതോടുകൂടി ആൽബർട്ട് ഐൻസ്റ്റീനും റോബർട്ട് ഓപ്പൻഹൈമർ, അതായത് അമേരിക്കയുടെ പ്രൊജക്ട് മൻഹാട്ടൻ എന്ന അണുവായുധം നിർമ്മിക്കാനുള്ള പദ്ധതി, അതിൻ്റെ മുഴുവൻ മേൽനോട്ടം വഹിച്ച ആളാണ് റോബർട്ട് ഓപ്പൻഹൈമർ. ആ ഓപ്പൻഹൈമർ ജർമ്മനിയിൽ നിന്നും ഈ ഹിറ്റ്ലറുടെ പീഡനം മേടിച്ച് അമേരിക്കയിലേക്ക് അഭയം തേടി വന്ന അമേരിക്കയ്ക്ക് ആറ്റം ബോംബ് സമ്മാനിച്ച വ്യക്തിയാണ്. അല്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ ചരിത്രം മാറിയേനെ. ഇപ്പൊ ഹിറ്റ്ലറുടെ ചെറിയ വീഴ്ചകളാണ്, തന്ത്രപരമായ വീഴ്ചകളാണ്, അല്ലെങ്കിൽ ജൂതന്മാരെ വെറുപ്പിക്കാൻ അയാൾ കാണിച്ച ഒരു മണ്ടത്തരമാണ്, റഷ്യ ആക്രമിച്ച മണ്ടത്തരമാണ്. ഈ 2 വിഷയങ്ങളില്ലായിരുന്നെങ്കിൽ റഷ്യ അങ്ങ് വെറുതെ വിട്ടാൽ മതിയായിരുന്നു. റഷ്യയും ആ സമയത്ത് റഷ്യയുമായിട്ട് ഒരു ധാരണയിൽ പോയിട്ട് ബാക്കി യൂറോപ്പ് മുഴുവൻ ജർമ്മനിയുടെ കൈവശമാകുമായിരുന്നു. അമേരിക്കയുടെ കയ്യിലൊന്നും ആറ്റം ബോംബൊന്നും ഇല്ലായിരുന്നു. ബ്രിട്ടനെ നിസ്സാരമായിട്ട് കീഴടക്കാമായിരുന്നു. പക്ഷെ അവിടെ കാണിച്ച പിഴവുകൾ. അപ്പോൾ റഷ്യ ഇപ്പോൾ ആരോപിക്കുന്നത് വീണ്ടും അണ്വായുധം നിർമ്മിക്കാൻ ജർമ്മനി തയ്യാറെടുക്കുന്നു എന്നാണ്. പാശ്ചാത്യ രാജ്യങ്ങൾക്കൊക്കെ തന്നെ പലപ്പോഴും ഒരാശങ്കയുണ്ട്. ജർമ്മനിയുടെ ഉള്ളിൽ ലോകം ഭരിക്കാനുള്ള ഒരു ത്വര, ആര്യന്മാരാണ് തങ്ങൾ ബാക്കി എല്ലാ വംശങ്ങളെയും ഭരിക്കാനുള്ള ഒരു കരുത്തുള്ളവരും ബുദ്ധിശക്തിയുള്ളവരുമാണ് തങ്ങൾ എന്ന ഒരു ബോധം ജർമ്മൻകാരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എവിടെയോ ഉറങ്ങിക്കിടപ്പുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും ഉണർന്നു വരാം. ഇപ്പൊ റഷ്യ ഒരുപക്ഷെ പുടിന് ഈ ഒരു സമയം നോക്കിയിട്ട് അമേരിക്കയെയും നാറ്റോയും തമ്മിൽ ഒന്നുകൂടെ തെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രമായിരിക്കാം. ഒരുപക്ഷെ ജർമ്മനി അങ്ങനെ ഒരു അണ്വായുധം നിർമ്മിക്കാൻ സാധ്യതയില്ലായിരിക്കാം. പക്ഷേ റഷ്യയുടെ ഈ ഒരു ആരോപണം വിശ്വസിക്കാൻ ഒരുപാട് ആൾക്കാർ ഇന്ന് തയ്യാറാണ്. കാരണം ജർമ്മനി കഴിഞ്ഞ കുറച്ചാളായിട്ട് ജർമ്മനിയുടെ സൈനിക ബജറ്റ് വർദ്ധിപ്പിക്കുന്നു. ജർമ്മനി കുറച്ചുകൂടെ ആക്രമണോത്സുകമായ രീതിയിൽ ജർമ്മൻ നേതാക്കന്മാർ സംസാരിക്കുന്നു. തൽക്കാലം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളിലൊന്നും അമേരിക്കയ്ക്ക് പെട്ടെന്ന് ഇടപെട്ട് യൂറോപ്യൻ യൂണിയനെ വെറുപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് അമേരിക്കയെ സംബന്ധിച്ചൊരു പ്രശ്നമാണ്. ജർമ്മനി ഞാൻ പറഞ്ഞ പോലെ മുമ്പ് ഒരു കരാർ ഒപ്പിട്ടിരുന്നു. ഒരു കാരണവശാലും അണ്വായുധം നിർമ്മിക്കില്ല, മാത്രമല്ല ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ NPT എന്ന് പറയുന്ന നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒപ്പുവെച്ച രാജ്യവുമാണ് ജർമ്മനി. പക്ഷെ അതൊക്കെ ഒരു ഭാഗത്തിരിക്കാം. കാരണം ഏത്
കരാറുകളിൽ ഒപ്പിട്ടാലും ഒപ്പിടുന്നവന് ലംഘിക്കാനുമുള്ള വഴികളും അറിയാം. ഒരു കരാറിൽ 40 കൊല്ലം മുമ്പ് 10 എത്രയാണ് ഒരു 80 കൊല്ലം മുമ്പ് ഒരു കരാറിൽ ഒപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് ആ കരാർ എപ്പോഴും പാലിക്കണമെന്നില്ല. പിന്നെ മാത്രമല്ല, കാലങ്ങൾക്ക് ശേഷം ലോകക്രമത്തിൽ വന്ന മാറ്റങ്ങൾ ഒരു കാരണമാവാം. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയുന്നത്, ഈ അണു ആയുധ പരീക്ഷണങ്ങൾക്ക് മേലുണ്ടായിരുന്ന നിയന്ത്രണം ഏർപ്പെടുത്തിയ കരാറുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചൈന നിരന്തരമായിട്ട് അണ്വായുധ പരീക്ഷണങ്ങൾ സബ് കിലോട്ടൺ എന്ന് പറയുന്ന ചെറിയ രീതിയിലുള്ള ഊർജം വരുന്ന പരീക്ഷണങ്ങൾ നടത്തുകയാണ് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. അപ്പോൾ ലോകം വീണ്ടും അണ്വായുധ യുദ്ധത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത നമ്മളിപ്പോൾ കാണുന്നത്. കാരണം പല രാജ്യങ്ങളും അണ്വായുധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇറാൻ അണ്വായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു. ജർമ്മനി ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഇറാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയാണ്. ജർമ്മനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അണ്വായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് റഷ്യയാണ്. ചൈന നിരന്തരം ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതായിട്ട് പറയുന്നു. അമേരിക്ക ആണവ പരീക്ഷണങ്ങൾ പുനഃസ്ഥാപിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റഷ്യയും തീർച്ചയായിട്ടും പുനഃസ്ഥാപിക്കും. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഇന്ത്യയും അണ്വായുധ പരീക്ഷണം പുനരാരംഭിക്കും. അപ്പോൾ ലോകം പെട്ടെന്ന് ഈ നോൺ പ്രൊലിഫറേഷൻ എന്ന ഒരു ആശയത്തിൽ നിന്നും പിന്നാക്കം പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ യൂറോപ്പിനെ സംബന്ധിച്ച് യൂറോപ്പ് വലിയ സംഘർഷങ്ങളിലേക്ക് പോകും. ആ സംഘർഷം വളരെ വ്യക്തമാണ്. കാരണം അമേരിക്ക അടുത്തതായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഇറാന് ശേഷം ഗ്രീൻലൻഡ് അമേരിക്കയ്ക്ക് വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പം അമേരിക്ക ഉന്നയിച്ചിരിക്കുന്നത്. ഗ്രീൻലൻഡ് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ ഭാഗമാണ്. അവരൊരു കാരണവശാലും അത് അംഗീകരിക്കില്ല. ഇങ്ങനെ പല സംഘർഷങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ സംഘർഷങ്ങളിൽ അണ്വായുധം എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ട് ഒരു നമ്മുടെ ഒരു ഭീതി മാത്രമല്ല, അതൊരു റിയാലിറ്റി ആയിട്ട് മാറാനുള്ളൊരു സാഹചര്യം വരും ദിവസങ്ങളിലുണ്ട്. എന്തായാലും ശരി, സമയപരിമിതി മൂലം ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ റഷ്യയുടെ ആരോപണത്തെ ജർമ്മനി എങ്ങനെ പ്രതിരോധിക്കുന്നു, ജർമ്മനിക്ക് ഇതിനകത്തുള്ള അഭിപ്രായം എന്താണ്, അവരെ നിഷേധിക്കുമായിരിക്കാം. പക്ഷേ മറ്റ് രാജ്യത്തെ വിദഗ്ധരെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ ക്ഷണിക്കുമോ, അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന എന്തെങ്കിലും തെളിവുകളുമായിട്ട് അവർ രംഗത്ത് വരുമോ, ഇതൊക്കെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.